ഈ ട്രയൽ തുടങ്ങിയ ദിവസം മുതൽ തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ അവൾ നിരന്തരം പറയുന്നുണ്ടായിരുന്നു, എനിക്കിനി പോകണ്ട, ഞാനിനി പോകുന്നില്ല, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്തരത്തിലാണ് അവിടെ ഉള്ള പെരുമാറ്റം, കോടതിയുടെയും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്നവരുടെ പരിഹാസങ്ങളും. നമുക്കറിയാം പൊതുവെ ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമ കേസുകൾ കോടതിയിൽ വരുമ്പോൾ അത് ട്രയൽ സമയത്ത് ഈ അതിജീവിതമാർ എപ്പോഴും വീണ്ടും 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 ബലാത്സംഗത്തിന് ഇരയാവാറുണ്ട്. അതായത് വെർബൽ റേപ്പ്. ആ നിമിഷം ആ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല എന്താണ് അവിടെ ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അവൾ തന്നെ കോടതിയിൽ ഹൈക്കോടതിയിൽ അവൾ പറഞ്ഞല്ലോ, അവൾ പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ നിൻ്റെ സ്റ്റെനോഗ്രാഫർ അല്ല എന്ന് പറഞ്ഞു അവളോട്. എങ്ങനെയാണ് അവൾക്ക് നീതി കിട്ടുമെന്ന വിശ്വാസമുണ്ടാകുന്നത്? അതുകൊണ്ട് അവൾ ഒരു ദിവസം പോയപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യ, രണ്ടാമത്തെ ദിവസവും പറഞ്ഞു, അവസാനം ഒരു 8 ദിവസമൊക്കെ ആയപ്പോൾ അവൾ പറഞ്ഞു ഇതിലും ഭേദം എന്നെ അവിടെ വെച്ച് കൊല്ലുന്നതായിരുന്നു നല്ലത്. കാരണം ആസ്വദിക്കുകയായിരുന്നു എല്ലാവരും. ആ പെൺകുട്ടിയെ ആ കോടതിക്കുള്ളിൽ നിർത്തി വെർബൽ റേപ്പ് നടത്തി ആസ്വദിക്കുകയായിരുന്നു. ഇത് നിസ്സാര കാര്യമല്ല. എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ഇത്തരം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ചത് പറയുക എന്ന് പറയുന്നത് അത് അനുഭവിച്ച ഒരു പെണ്ണിന് മാത്രമേ മനസ്സിലാകൂ. അത് കേൾക്കുന്നവർക്കോ അതല്ലെങ്കിൽ വാദിക്കുന്നവർക്കോ ഇവർക്ക് മനസ്സിലാവില്ല.